ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ അഭിവന്യ ഗുരു, ഇതിൻ്റെ ഉദ്ഘാടകൻ, വേദിയിൽ ഉപരിട്ടരായിരിക്കുന്ന ഏറ്റവും അഭിവന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പുറകിലായിട്ട് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹം വർഷിച്ചുകൊണ്ട് അവിടെ ഉപേക്ഷനായിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു ദീർഘപ്രഭാഷണത്തിനുള്ള വേദിയല്ല ഇതൊന്നും എനിക്ക് വളരെ വ്യക്തമായിരിക്കും. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷ, ഒരു യാചന, ഒരു അഭ്യർത്ഥന. ശ്രീനാരായണ ഗുരു ഹാർമണി 2025 വളരെ ഒരു ഉത്സവമായിട്ട്, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട MP അതിലുള്ള പ്രേമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു രാജ്യോത്തര സൗഹൃദ സംഗമമാക്കുവാൻ വേണ്ടിയുള്ള മഹാചൈതന്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഗുരുദേവനാൽ സംഭാവന ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മഹാശക്തിയായിരിക്കും. ഞാൻ അഭിനന്ദിക്കുന്നു. ഗുരുപ്രഭാഷണം ആ ചൈതന്യം കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ ഒരു വലിയ സാഗരം പോലെ നിറഞ്ഞു തുളുമ്പ് നിൽക്കുമ്പോൾ അതിനുള്ളിൽ ഞാനൊരു നദിയിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തൊഴിക്കും പോലെ അതിനുള്ളിൽ ഒരു അതിപ്രസരത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കാര്യമാണ്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ മാറ്റിമറിക്കലിനാവശ്യമായ ചൈതന്യത്തെ പകരുന്ന ഒരു പോരാട്ട വീര്യമുള്ള ഒരു ധർമ്മയുദ്ധം നയിക്കുവാൻ ശേഷിയുള്ള പ്രഗത്ഭമതികളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു അപേക്ഷയുള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ, കൃത്രിമ ബുദ്ധിയിലൂടെ റോബോട്ടുകളാകുന്ന കുട്ടികൾ അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് ആവശ്യമാണ്. അതോ ഈശ്വര ചൈതന്യത്തിൽ, ഈശ്വര സാക്ഷാത്കാരത്തിൽ ജീവനോടുകൂടി നമുക്ക് നൽകുന്ന, ദാനമായി നൽകുന്ന കണ്ണും കാതും മനസ്സുമുള്ള, ചെവിയുള്ള, ജീവനുള്ള കുട്ടികളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യോത്തര സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ രാജ്യം ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. മദ്യവും ലഹരിയുമാകുന്ന ഒരു രാജ്യ ദുരന്തത്തിലേക്ക് നമ്മൾ അനുദിനം വഴുതി വീഴുകയാണ്. എൻ്റെ കുട്ടി, നല്ല കുട്ടി, ആശയുള്ള ജീവിതം, സന്തുഷ്ടമായ ഒരു സമൂഹമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ താലോലിച്ച് വളർത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ അനുദിനം ലഹരിക്കെണിയിൽ വഴുതി വീഴുന്നുകൊണ്ട് അവനൊരു സാമൂഹ്യ വിരുദ്ധനല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെ അനുദിനം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അധിവസിക്കുന്ന കേരള സംസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യം ആ ഒരു ദുരന്തത്തിലേക്ക് കോവിഡ് മഹാമാരിയേക്കാൾ അതിവേഗം നടന്നു നീങ്ങുക. ഇവിടുത്തെ സേവന പ്രവർത്തകർ, ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസിയാണ്. ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് മതബോധനം പകർന്നു നൽകുന്ന ഒരു അധ്യാപകൻ. പല ആളുകളുടെയും തൃപ്പാദങ്ങളിൽ പടർന്നുകൊണ്ട് ഞാൻ എൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചു. എന്താ പ്രഭു, തിരുമേനി, പല ആളുകളോടും ഞാൻ പറഞ്ഞു, ഈ ലഹരി ദുരന്തത്തിനെതിരായി നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ അതിനെതിരായി പ്രാപ്തമാക്കിയില്ലെങ്കിൽ ഈ രാജ്യം ഒരു അപകടത്തിലേക്ക് പോകും. ഇനിയൊരു പ്രതീക്ഷയുടെ മക്കളില്ല. നമുക്ക് പ്രതീക്ഷയുടെ വക നൽകുന്ന ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതി
അസ്ഥിരപ്പെടുന്നൊരവസ്ഥയുണ്ടാവും. അങ്ങനെ ഞാൻ പലരെയും തേടി എല്ലാവരോടും യാചിച്ചിട്ട് അവസാനം ഞാൻ ശിവഗിരി മഠത്തിൽ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിയെ കാണുവാനായിട്ട് ഒരവസരം ഉണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സ്വാമിജി, നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ അപകടത്തിൽ നിന്നോ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശബ്ദത്തിന് കരുത്തുണ്ട്, അങ്ങയുടെ സന്ദേശത്തിന് ഒരു ചൈതന്യമുണ്ട്. അങ്ങ് പകർന്നു നൽകുന്ന എന്തും അത് ഏറ്റെടുത്തുകൊണ്ട് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു മാനുഷികമായ ശക്തിയുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി എന്നോട് പറഞ്ഞത്, അതിനൊരേ മാർഗമുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ സ്വാമിജി മാർഗം? ഗുരുദേവ ദർശനം. ഏത് സംഗതിയെയും അടിസ്ഥാനപരമായി ഒരു മാറ്റത്തിന്, ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിക്കുവാനുള്ള ചൈതന്യം ഗുരുദേവ ദർശനത്തിനുണ്ട്. എന്താ എന്ന് ചോദിച്ച് അതിനെക്കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കി വരുമ്പോൾ, ഗാന്ധിജി മദ്യനിരോധന പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം അതിനാവശ്യമായ ശക്തി പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നത് ഒരുപക്ഷെ 1920 എറണാകുളം ജില്ലയിൽ അന്ന് ഗുരുദേവൻ ഒരു പ്രഖ്യാപനം നടത്തിയത് ബഹുമാനപ്പെട്ട ടി കെ മാധവൻ 1921 തിരുനെൽവേലി എന്ന സ്ഥലത്ത് വെച്ച് മഹാത്മജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് മഹാത്മജി ലഹരി വിരുദ്ധ മദ്യനിരോധന പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ, അദ്ദേഹത്തിൻ്റെ ശക്തിയെ ഉപയോഗപ്പെടുത്തുക. എറണാകുളത്ത് ചേറായിൽ ഗുരുദേവൻ ഒരു സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മാനവരാശിയുടെ മോചനത്തിനാവശ്യമായ മന്ത്രം ഉരുവിട്ടു. അതായിരിക്കണം ഈ രാജ്യത്തിൻ്റെ ആകെയുള്ള മോചനത്തിനും പരിവർത്തനത്തിനും പിൽക്കാലത്ത് ഉപകരിക്കപ്പെട്ടത് എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് ഞാനീ പറയുക, എൻ്റെ പ്രിയപ്പെട്ട സേവന പ്രവർത്തകർ, മദ്യത്തിനും ലഹരിക്കും എതിരായുള്ള പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ ചെല്ലുന്ന ഭവനങ്ങളിൽ, നിങ്ങൾ രൂപപ്പെടുത്തുന്ന ശാഖകളിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് മദ്യത്തിനും ലഹരിക്കും എതിരായ ഒരു ശക്തിയെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ സംഭരിക്കുവാനുള്ള ആശയത്തെ അവരുടെ ഹൃദയത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് മോചനത്തിൻ്റെ വാതിൽ തുറക്കുവാൻ ഗുരുദേവ ദർശനങ്ങളും സന്ദേശങ്ങളും അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് ഒരു സാമൂഹ്യ വിരുദ്ധനായി തൻ്റെ ജീവിതത്തെ ഹോമിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഗുരുദേവൻ ഈ രാജ്യത്തിനായി സമർപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരു ലോകത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി, ഒരു ലോക ചൈതന്യത്തെ രൂപീകരിക്കുവാൻ വേണ്ടി വിശ്വമാനോർക്ക് മഹാചൈതന്യമായി ഗുരുദേവൻ മാനവരാശിക്ക് മുമ്പിൽ സമർപ്പിച്ച ആ മഹാസന്ദേശത്തെ കൂടി ഈ സേവന പ്രവർത്തകർ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുടുംബയോഗങ്ങളിൽ, നിങ്ങൾ ഒരുമിച്ച് ചേരുന്ന വേദികളിൽ ഈ ഗുരുദേവ മന്ത്രമാണ്, ഇതിന് ശക്തിയും ചൈതന്യമെന്ന ബോധം കൂടി ആ കുട്ടികളിൽ വളർത്തിയെടുത്തുകൊണ്ട് മദ്യലഹരിമുക്തമായ ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ, ഒരു ഭവനത്തെ, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം കൂടി അതിനുവേണ്ടി രൂപപ്പെടുത്തണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞത്, ഈ ബുദ്ധിയില്ലാത്തവൻ, കാത് കേട്ടുകൂടാത്തവൻ, കാഴ്ചയില്ലാത്തവൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ മെഡിക്കൽ സംവിധാനത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പറയുക, ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ ആ കുട്ടി അന്ധനാവും, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവനാവും, അല്ലെങ്കിൽ മന്ദബുദ്ധിയാകും. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരു ദുരന്തത്തിൻ്റെ കഥയാണ്. ഈ ദുരന്തവിമുക്തമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഈശ്വര ചൈതന്യത്തിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഈ സേവന പ്രവർത്തകർ ആത്മാർത്ഥതയോടുകൂടി, അർപ്പണബോധത്തോടുകൂടി, കാരണം നിങ്ങളിവിടെ
മഹാശക്തിയെ സംഭരിച്ചുകൊണ്ട് അവിടെ കുടിയിരുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിങ്ങളുടെ അർപ്പണം മുഴുവൻ, നിങ്ങളുടെ സമർപ്പണം മുഴുവൻ അതിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾ സമർപ്പിക്കുന്ന ആ മഹാപ്രകാശ ഗോപുരത്തിൽ നിന്ന്, അവിടെ നിന്ന് പ്രകാശപൂരിതമാകുന്നത് ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മോചനമാണ്. അതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ലഹരി ഒരു രാജ്യ ദുരന്തമാകുകയാണ്. അതുകൊണ്ട് ഈ സേവന പ്രവർത്തകർ ഈ ദുരന്തത്തിനെതിരെ നമ്മുടെ കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരിയാകുന്ന രാക്ഷസനെതിരെ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രബുദ്ധതയുടെ രാജ്യം, ഒരു രാജ്യം സംഘടിപ്പിക്കുവാൻ വേണ്ടി, അതിനെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി, രാജ്യസുരക്ഷയെ ഭാഗപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളെ പ്രയത്നം അതിനുകൂടി ഉപകരിക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് ഹിന്ദ്.